തന്നെ എന്റെ ഇഷ്ടായി നിങ്ങൾ കഴിയുന്ന കുളിപ്പിച്ചില്ലാണ്ടാക്കും. വല്ലപ്പോഴും തുടക്കം കൂടി അല്ലെങ്കിൽ വണ്ടി പതുക്കെ തുടച്ചാൽ എന്നാണോ കാണിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് തള്ളി പിടിക്കാതെ കളിക്കൊന്ന് കളിച്ചാൽ പറഞ്ഞ മനസ്സിലായില്ലേ? ഒച്ചുണ്ടാക്കാതെ കളിച്ചോളാം. ഞാനില്ല, എന്നെ കളിപ്പിക്കുന്നതിനോട് വഴിയേറ്റൊന്നും വന്നതല്ല. എന്റെ പൊന്നുമോളെ കാണാന്നുള്ളത്. കാലത്തെ കാലം കാക്ക കാറിയപ്പോഴേ തോന്നി എന്തോ കാലക്കേട് വരുന്നുണ്ട്. അയ്യോ മുന്നറിയിപ്പിലുണ്ട്. അതൊന്നും നിങ്ങളൊക്കെ കാണണ്ടേ എനിക്ക്. അതിന് വന്നതല്ലയോ എന്റെ പൊന്നുമോളെ. എന്താ ചേട്ടനെ വിളിക്കുന്ന? വാങ്ങിടേ തങ്കം, തങ്കം നീ വന്നേ. ഹവീൽദാരെ ഭാര്യ പോലെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഹവീൽദാരെ ഭാര്യ പോലെ ഇതെങ്ങനെ ഇവിടെ വന്ന് വിട്ട്? അവൾക്കറിയാൻ കാര്യം. ഈ ഓട്ടോയിൽ ഒറ്റയ്ക്ക് പാലാഴി വരാൻ ഞാൻ കൂട്ടും കൂടെ ഉണ്ടാക്കാം. നീ കാര്യം അല്ല, അമ്മയ്ക്ക് എന്തായാലും കനകനോട് ഒന്ന് പറഞ്ഞൂടെ? അവന്റെ അടുത്ത് പറഞ്ഞ കാര്യമൊന്നും നടക്കത്തില്ല. 100 ഇത് ചേട്ടൻ, ഇത് ക്ലാര, പരിചയപ്പെട്ടു. ഇത് പിള്ളേര്. എനിക്ക് എല്ലാരെയും കെട്ടിയോ ക്ലീറ്റോ. ക്ലീറ്റ എന്റെ ബാഗ് അവിടെ ഇരിക്കുകയാണ്. ആ പൈസയും കൊടുത്തിട്ട് നീ എടുത്തോണ്ട് അയ്യോ അല്ല, മോനെന്ന് സ്റ്റേഷനിൽ പോണ്ടായിരുന്നാ? ഇല്ല, ഇന്ന് രാവിലെ എന്നാ ഞാൻ ഏതോ ഒരു വിരുന്നുകാരി വരുന്നുണ്ട് എന്റെ മനസ്സ് പറഞ്ഞേ, അതുകൊണ്ട് ലീവ് എടുത്തു. അയ്യോ അമ്മ, ആളിയന് ഭയങ്കര വക്രദൃഷ്ടിയാ. അല്ല, ദീർഘദൃഷ്ടിയാണ്. ഉൾക്കൊണ്ടുകൊണ്ട് പലതും ഇങ്ങനെ കാണാൻ പറയുകയൊക്കെ ചെയ്യും. അയ്യോ എന്നാ പിന്നെ മോനോട് നിക്കണ്ട, അകത്തോട്ട് കയറി വാ. എന്റെ വീട്ടിലോട്ടല്ലേ? അകത്തോട്ട് കയറി വാ. കേറി. അല്ല ക്ലീറ്റസേ, ഓട്ടോയിൽ എന്റെ ബാഗ് ഇരിക്കുക. പൈസ കൊടുത്തിട്ടില്ല, എടുത്തോണ്ട് വാ. പൈസ പോയി കൊടുക്കും. എന്നോടാണ് എത്ര ഏട്ടാ? 100 രൂപ. ഇപ്പൊ എടുത്തിട്ട് വരാം. തങ്കം, ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ എടു. 100 രൂപ ഭയങ്കര കൂലി കേട്ടോ. തങ്കം, പൈസ എടുക്കടി, ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള. മോളെ, നീ വന്ന കാര്യം എന്താന്നറിയാനാ ഞാൻ വന്നത്. ഓ, എന്താവാനാ? എന്റെ അമ്മ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മറ്റേ ക്ലാരയില്ലേ, ക്ലാര, പെങ്ങള്, നല്ല ഒന്നാന്തരം പെണ്ണുപിള്ള. ഒരു കുഴപ്പമില്ല. ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ മരിക്കും അവര്. അതിനും വേണ്ടിയിട്ട് അളിയൻ പോലീസുകാരനില്ലേ, അമ്മ ഒറ്റ രക്ഷയില്ല അയാളെ കൊണ്ട്. നിന്ന് തിരിയാൻ നിവൃത്തിയില്ല. എപ്പോഴും വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ലടി, അവനെ കണ്ടാ അങ്ങനെ തോന്നത്തില്ലല്ലോ. കണ്ടാ തോന്നൂല. 5 മിനിറ്റ് അടുത്തൊന്നും ഇരുന്ന് നോക്കിയാ അപ്പൊ അറിയാം തനി സ്വഭാവം. ഫുൾ അഭിനയ. സോപ്പിടാൻ വന്ന മയങ്ങല്ലേ? എവിടെ ഇവിടെ ഉണ്ട്. അമ്മയും കൂടെ ഒരുമിച്ച് ആരെ കുറ്റമാണ് പറയണ? അമ്മയോട് ഒരുമിക്കുമ്പോ ഉറപ്പായിട്ടും മരുമോളുടെ ആയിരിക്കും. ജമന്തി തുമ്പി ചാവണുണ്ടായിരിക്കും ഇപ്പം. അയ്യടാ കാര്യം. അതിന് നീ അവിടെ ഉണ്ടെങ്കിലല്ലേ കുറ്റം പറയാൻ പറ്റൂ. അത് കൊള്ളാം. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന കാര്യം എന്തെന്നറിയാനാ ഞാൻ വന്നത്. ഇവിടെ വന്ന കാര്യമൊക്കെ ഒരു രാഷ്ട്രീയക്കാരനോട് അതിന്റെ അവകാശം നേടിയെടുക്കാൻ ആരും പഠിപ്പിക്കണ്ട. അതൊക്കെ സമയമാകുമ്പോൾ ഞാനങ്ങ് ചെയ്തോളാം. ഇപ്പൊ ഞാൻ ഗാന്ധി മാർഗത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്, അതായത് സമാധാനം. ഇനി ഇതിൽ നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കോളേജ് പിള്ളേരുടെ സ്റ്റൈലിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. എന്റെ അമ്മ ചുമ്മാ പറയണതാ. ഇത് പണ്ടത്തെ പോലെ തന്നെ മണുമണാന്ന് ഇവിടെ കേറിയിരിക്കും. അയാൾ എന്തെല്ലാം വൃത്തിയോട് പറയുന്നറിയാമോ? ഒരു വാക്ക് പറയണല്ലോ ക്ലീറ്റോ തിരിച്ച്. എന്താ നീ ഒന്നും പറയാതെ മിണ്ടാതെയൊക്കെ നിൽക്കുന്നത്? മറുപടി പറഞ്ഞൂടെ? അയാൾ പോലീസാണ്. നിങ്ങൾക്ക് എന്താന്ന്? എനിക്ക് കാക്കി പണ്ട് പേടിയാണ്, അതുകൊണ്ടാണ്. ഇവരും പണിയൊന്നും ആയില്ല. എന്നെ പോലെ ഒരു പ്രമുഖ എന്ത് പണിയെടുക്കാൻ? പിന്നെ ഞാൻ പാർട്ടിയുടെ എല്ലാ ഏർപ്പാടും ഇവിടെ ചെയ്തിട്ടുണ്ടമ്മ. എന്നാ നിന്റെ ഈ തരിയുടെ ഒക്കെ മാറ്റിട്ട് നീ അങ്ങോട്ടൊന്ന് വാ. അയ്യോ,
തരികിട തുടങ്ങിയിട്ടില്ല. തരികിട തുടങ്ങാൻ ഒരാഴ്ചയും കൂടി അമ്മ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേനും കേട്ടോളും. 10 പൈസ കയ്യില്ലേ? നീ അതവിടെ വയ്ക്ക്. നീ ഈ തരിയുടെ ഒക്കെ നിർത്തിയിട്ട് നീ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് വാ. എനിക്ക് നിങ്ങളെ കാണാം. അമ്മയ്ക്ക് അമ്മയുടെ മോളെയും ചെറുമോളെയും കാണാത്തതിലുള്ള വിഷമല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ ആർക്ക് വേണം? എടാ നീ ആവശ്യമില്ലാത്തൊന്നും പറയാതിരി. ഓ എന്തായാലും ഇനി ഞാൻ ഇനി അങ്ങോട്ടൊന്നും വരുന്നില്ല. എന്തിനാ അവിടെ ഉള്ളൊരു സമാധാനം കളയണേ? അല്ല അത് അവൻ പറഞ്ഞത് ശരിയാടി. അവൻ അവിടെ ഇല്ലാത്തോണ്ട് അവന് കുറച്ച് സമാധാനം ഉണ്ട് എന്തായാലും. അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ നല്ല സമാധാനം ഉണ്ട്. കാരണം എനിക്ക് അത്രയും തങ്കപ്പെട്ട അളിയനാ ഇവിടെ ഉള്ളത്. ആരടാ ഈ ഫാനൊക്കെ ഓണാക്കിയിട്ട് മുറ്റത്ത് പോയി കാറ്റ് കൊണ്ടുവന്ന് ഇതിനൊക്കെ ബില്ലാരാ അടക്കുന്നത്? കുറെ എണ്ണം ആണും പെണ്ണുമായി വന്ന് 3 നേരം മൂക്കുമുറ്റ തിന്നുക. കഴിഞ്ഞ മാസോടി സെപ്റ്റി ടാങ്ക് പൊട്ടിച്ച് ഇതിപ്പോ വീണ്ടും നടന്നേക്കുന്നു. ഇതാണോ നീ പറഞ്ഞ നല്ല അടിയാണ്? അല്ല അത് അയാളെ അമ്മ അത് കാര്യമായിട്ട് എടുക്കണ്ട. അയാൾ പോലീസുകാരനല്ലേ. ഇതുപോലൊരു വൃത്തിയായിട്ടൊരു തേണ്ടി അലവില്ലാതെ ലോകത്ത് കാണൂല. ഞാൻ വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യേ ഇതല്ല അമ്മ. ഈ പുള്ളിക്കാരന് നല്ലതുണ്ടായാലും ചീത്ത ഉണ്ടായാലും ഈ വാക്കുകളൊക്കെ ഇതിങ്ങനെ വായിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക്. അതേ വായിന്ന് വരുള്ളൂ. അമ്മ സമാധാനമായിട്ടിരുന്നേ. അമ്മ അത് മൈൻഡ് ചെയ്യേ വേണ്ട. ഇത് നമ്മുടെ വീടാണെന്ന് കരുതിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അമ്മ ഇതൊന്നും കേട്ട അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നമ്മള് നിൽക്കുകയല്ലേ. എന്തിനാ അമ്മ പേടിക്കണത്? പിന്നെ അയാൾ അങ്ങനെ നിങ്ങളിവിടെ എന്താ പറഞ്ഞോണ്ട് വന്നേ? ഇച്ചാന്റെ കുറ്റം വല്ലതും വന്നോടാ? അയ്യോ നിന്റെ കെട്ടിയന്റെ കുറ്റം ഈ ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നില്ലല്ലോ. അതൊരു ഒരു 5 വർഷമെങ്കിലും വേണം അതൊക്കെ തീർക്കണമെങ്കിൽ. അതന്നെ ആയിരിക്കുള്ളൂ. അതെ നാത്തൂന് നല്ല പടക്കണം മീൻ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെച്ചാലേ? അതിന് അമ്മ വന്നതല്ലേ, ഇന്ന് അമ്മയുടെ രീതിക്ക് നല്ല രസമായിട്ട് വെക്കല്ലേ. അപ്പൊ വന്നതുകൊണ്ട് ഞാൻ അല്ലല്ല ഇത് കഥ അതല്ല. മിനിഞ്ഞത് ഞാനും നാത്തോനും കൂടി ഇരുന്നപ്പോഴത്തേനും അമ്മ പണ്ട് മീൻകറി വെക്കൂലേ അമ്മ അച്ഛനുള്ളപ്പോ മൺചട്ടിയില് മല്ലിമുളകൊക്കെ വെളിച്ചെണ്ണയൊക്കെ എത്തി ചൂടാക്കി കൊടംപുളിയൊക്കെ ഇട്ട് അത് തന്നെ. അത് പറഞ്ഞപ്പോ മുതല് വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതാ. അമ്മ നന്നായിട്ട് വെക്കും, നല്ല രസമായിട്ട് വെക്കുന്ന പറഞ്ഞാ. അമ്മ രസം വയ്ക്കുമ്പോ നിനക്ക് മീൻകറി വെക്കണോ രസം വെക്കണം? അമ്മ രസം വെക്കണം. ഉണ്ടായിരിക്കടാ ഞാൻ നല്ല വൃത്തിയായിട്ട് രസം ഉണ്ടെന്ന് ഞാൻ വയ്ക്കുന്ന മീനിന്. അമ്മ രസത്തിൽ മീൻ വെട്ടിയിട്ടാ നല്ല രസമുള്ള മീൻ. നിനക്ക് വിശ്വാസം ഉണ്ടോ ഞാൻ നല്ലതുപോലെ വയ്ക്കുമെന്ന്? എന്താ അങ്ങനെ പറയണേ? ജോലി ചെയ്യാം. എല്ലാരും കൂടെ ജോയിന്റ് ആയി ഒരു ഫോട്ടോ എടുത്ത് വെക്കും ഫ്രെയിം ചെയ്ത്. രസമായിട്ട് വെച്ച കുറച്ച് മീൻകറിന്റെ വേണോ? ആര് വെച്ചത്? ആരെങ്കിലും ആയിക്കോട്ടെ. വേണോ? കിട്ടിയാൽ ആവാം. ഇല്ല. അമ്പോ തള്ളേ മക്കളും കൂടെ കൂടിയാ പിന്നെ കെട്ടിയാനും വേണ്ട ആരും വേണ്ട. മീനിന്റെ തല കളയുന്ന വെക്കണോ? ഈ നാത്തൂന് ഭയങ്കര ഇഷ്ടം പറയണേ. കൊള്ളാം. അവക്ക് ഇഷ്ടമാണെന്നാ. ഒരു ഒറ്റ തലയും കളയണ്ട. പണ്ട് ഞങ്ങള് പഞ്ചാബിലായിരിക്കുമ്പോഴേ ഞങ്ങള് 4 പേര് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. എന്റെ ദൈവമേ കൊണ്ടുവച്ച മീന് തലയില്ലായിരുന്നു. പക്ഷെ എവിടെ കാണിച്ച പുകില് തല വേണം ഒറ്റേ നിർബന്ധം. എന്തോ ഒരു വിളിയായിരുന്നു. അവസാനം 2 അട്ടിയും കൊടുത്തിട്ടാണ് ഗബിരിദാർ അവളെ ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. വീട്ടിൽ വന്നതിന് ശേഷം തല ഉണ്ടാക്കി കൊടുത്തിട്ടേ അവളെ നിങ്ങൾ അത്ര തല ഒന്നും കളയല്ലേ, എല്ലാം വേവിച്ചു കൊടുക്കും. ഒരു കാര്യം പറയാനേ, ചെറുക്കനെ കൊണ്ടൊരു വിഷമവും ഇല്ല എനിക്ക്. എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അത് അമ്മയുടെ മോനായതുകൊണ്ട് അമ്മ പറയണതാ. അങ്ങനെ നീ തലക്ക് ഇപ്പോഴും പിടങ്ങത്തില്ലേടി? നമുക്ക് തല മതിയെന്ന്. അയ്യോ അല്ല അമ്മ, അമ്മക്ക് വിശക്കലുണ്ടാ? അമ്മക്കൊന്നും തന്നില്ലല്ലോ ഞാൻ. അയ്യോ എനിക്ക് വിശപ്പൊന്നുമില്ല ഇപ്പം. അയ്യോ അമ്മക്ക് ഊണിന് മീനല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വേണോ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഇത് ഹോട്ടൽ പോലെ ആയല്ലേ. ചായ വേണോ, കാപ്പി വേണോ, മീൻ വേണോ, ഇറച്ചി വേണോ? ഞാൻ ചായ എടുക്കാം. ഇത് കഴിയട്ടെ. അല്ല പതുക്കെ മതി മക്കൾ. എന്തായാലും നീ എവള് വന്നതിന് ശേഷം ഒരു ജോലിക്ക് കുറവുണ്ടല്ലേ? ആർക്ക്? എന്ത് നാത്തൂനാ? എന്റെ അമ്മ ഇപ്പൊ ഇരട്ടിപ്പണി. എന്നത് ഇവിടെ കയറ്റിയിരുത്തുള്ളൂ. ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. എല്ലാ പണിയും തന്നെത്താനെ ചെയ്യണമെന്ന് നിർബന്ധം. അതെങ്ങനെയാ അമ്മേ? വീട്ടിൽ വന്ന് വിരുന്നുകാരെ കൊണ്ട് അങ്ങനെ ജോലി എടുപ്പിക്കാൻ പാടില്ല. കണ്ട ഞങ്ങൾ എങ്ങനെ വിരുന്നുകാരായിട്ട് കാണരുതേ, വീട്ടുകാരായിട്ട് കണ്ടാൽ മതി. എന്തായാലും നിങ്ങളുടെ ഈ ഐക്യം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം. എന്നാൽ മക്കളെ കൊണ്ട് മാറിയേക്ക്, ഞാൻ കണ്ടിക്കാം. ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ ചെയ്തോളാം. അമ്മ ഇങ്ങ് പോര്. നമ്മള് വിരുന്നുകാര്, അവര് വീട്ടുകാര്. ഇപ്പൊ കഴിയും. ഇത് മതി അമ്മ. കാന്താരി മുളക് ഇച്ചിരി വേണമെന്നല്ലേ? ഇത് വേണോ? മതി. അത് ഞാൻ മുളക് പൊടിയൊക്കെ കൂടി ഒന്ന് എടുത്തു വെച്ചേക്കാം. അമ്മയ്ക്ക് അറിയില്ലല്ലോ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കങ്ങോട്ട്. അവിയലൊക്കെ എടുത്ത് വെച്ചു കൊടുക്കണേ അങ്ങോട്ട്. തക്കളിക്ക് അവിയൽ വെച്ചോ? നമുക്കൊന്നും ഇറങ്ങൂലല്ലോ. അപ്പൊ പച്ചക്കറി ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഒഴിച്ചു നോക്ക്. നീ രുചിണ്ടെങ്കിൽ കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട. അങ്ങനെ വേണ്ടെന്നവരോട് എല്ലാം കഴിക്കണം. മീൻകറി വെച്ചു കൊടുക്കും. അമ്മയുടെ സ്പെഷ്യൽ മീൻകറി അളിയന് വെച്ചു കൊടുക്കും. ചായ കൂട്ടിയില്ലേ? ഇച്ചിരി കഴിക്കും ചായ. ഒരു നുള്ളു ഒഴിക്കട്ടെ. ചേട്ടൻ എന്താ വേണ്ടേ?
അമ്മേ മീൻകറി കൂട്ടിയിട്ടുണ്ട് പൊന്നെ. ചേട്ടാ മീൻകറി കൂട്ടി നോക്ക്, അമ്മ ഉണ്ടാക്കിയതാ. അടിപൊളി. പക്ഷെ രസം പോലെ എന്ന് പറയുമ്പോൾ ഞാൻ രസത്തിൽ മീൻ ഇട്ടിട്ടായിരിക്കുന്നു. പക്ഷെ ഇതല്ല, സൂപ്പർ സാധനം. ക്ലീനിന് ചോറ് വേണ്ടേ? ഞാൻ ആദ്യം ഇതിൽ കപ്പയും കൂട്ടി കഴിച്ചിട്ട് ചോറ് കൂട്ടി. അമ്മയുടെ മീൻകറിയുടെ ടേസ്റ്റ് ഞാനൊന്നും നോക്കിയില്ല. കണ്ടിട്ട് മതിയായിട്ട്. എടീ മറ്റേ ഇതൊന്നും കഴിച്ചാ, മാത്തം കഴിച്ചോ? ശരിക്കും എങ്ങനെയുണ്ട് എന്റെ മേത്ത് കറിക്കരുത്. മീൻകറി അല്ല ഏട്ടാ, ഇച്ചിരി ചേർത്താലും എന്താ കുഴപ്പം? വിഷമിച്ചു കൂട്ടണേ, ഞാൻ ഇച്ചിരി ഇട്. അതെ അമ്മ പോയി കഴിഞ്ഞാൽ ഇതുപോലെ മീൻ തരുന്ന കിട്ടുക. അതൊക്കെ ഇപ്പോഴും കിട്ടുന്ന കഴിച്ചോ? പോയി കഴിഞ്ഞാൽ ശരിക്കും കഴിക്കാമല്ലോ. അതെ അതെ ഇച്ചായന് ചമ്മല അല്ലേ? അല്ല കുറച്ച് ഇങ്ങനെ കപ്പ ഇട്ടോട്. അമ്മച്ചി വേണമെങ്കിൽ ഞാൻ ഇട്ടോളാം അമ്മച്ചി. അതമ്മേ. ചേട്ടാ മീനും മോരും സൂപ്പർ ആയിരിക്കും. മീനും മോരും ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ മീനും ഈ മോരും കൂടി ഒഴിച്ച് കുഴച്ചങ്ങ് അതിൽ ഇച്ചിരി മിച്ചറും കൂടെ ഇട്ടിട്ട് വിരകണം. എന്താ taste എന്ന്. 2 ജിലേബിയും കൂടെ ഇട്ടല്ല. കഴിക്ക്. നിങ്ങൾ കഴിക്കേ. നീ എടുത്തില്ലല്ലോ, കഷ്ണം എടുത്തില്ല. ഞാൻ ഒന്നും കഴിക്കാനേ അത് ചോറുമായിട്ട് അടുത്ത കഴിച്ചോളാം. അമ്മ കഴിക്കേ. അവള് കഴിച്ചോളൂ. അമ്മ കഴിക്കട്ടെ. എടീ മീൻ വറുത്തിട്ട് എന്തേ? മീനൊന്നും വറുത്തില്ലടാ. ചട്ടിക്കകത്ത് 2 മീൻ വറുത്ത് വെച്ചേക്കണ ഞാൻ കണ്ടല്ലോ. അതാ മാത്രം തിന്നൂല അത്. അതാരണം ചോറ് വേണോ? വറുത്ത മീൻ നമ്മളൊക്കെ കഴിക്കും കേട്ടോ. അത് ഞാൻ പിന്നെ അറിഞ്ഞേ, ഇവള് പറഞ്ഞപ്പോഴാ അറിഞ്ഞു. ഞാൻ ഇപ്പൊ മീൻകറി ഉണ്ടല്ലോ, അതങ്ങ് കഴിക്കേ. അളിയൊന്നും കഴിക്കാതെ വെച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ ഇച്ചിരി കപ്പ കൊടുത്തേ. അമ്മയുടെ മീൻകറി അങ്ങോട്ട് വെച്ചോളൂ. അളിയന് നീ ഒരു മീൻകറി മാത്രം മതി. മുഴുവൻ ചോറും കഴിക്കാൻ പറ്റും. അതല്ലടാ, ഇച്ചായന് തേങ്ങ അരച്ച കറിയാ ഇഷ്ടം. അതാണ് തേങ്ങ അരച്ചിട്ടില്ലല്ലോ, അതായിരിക്കും. തേങ്ങ അരച്ച എന്നും കഴിക്കണല്ലേ അളിയാ? ഇതൊക്കെ എന്നും കിട്ടൂല. കുഞ്ഞിന് എന്താ വേണ്ടേ? ഇച്ചായന് വെള്ളം വേണോ? സത്യം പറഞ്ഞ അടി ഞാൻ കുടിക്കുന്നുണ്ട്. എടീ ക്ലാരേ, അമ്മ ഉണ്ടാക്കുന്ന ഈ മീൻകറിയുടെ ഒരു ഇതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാതെ അവിടെ തന്നെ കിടന്നു. കഴിക്കുമോനെ. അമ്മച്ചി കഴിക്കും. കറിയാ? മോര് വേണോ? ഇത് വേണോ? പച്ചടി വേണോ ഏട്ടാ? കറി കുടിക്കുക. പച്ചടി വേണോ? പച്ചടി വേണോ? പച്ചടി വേണ്ട വേണ്ട വേണ്ട. ഇതോ ഇതോ പച്ചടി പച്ചടി. ഞാൻ ആദ്യം വെച്ച് തന്നെ. രസം വേണോ? മോര് വേണോ? സന്തോഷല്ലേ? അവൾക്ക് വല്ല ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവള് തിന്നോളൂ. മീനൊന്നും അല്ല അത്ര. ചോറിട്ടെ വേണ്ട വേണ്ട. എനിക്ക് എന്ത് കളിയോട് മറിക്കാൻ തന്നെ. അമ്മയ്ക്ക് മതിയാ? ഞാൻ കഴിക്കുകയാണല്ലോ. എങ്ങനെയാ? കളിയാ. വേറെ കാര്യമുണ്ട്. കറി ഉണ്ടാക്കിയാലും പോലെ വിളമ്പി കൊടുക്കണതിന്റെ ഒരു സുഖം കൂടെ വേണം. തിരിച്ചുകൊണ്ട് വേണം. അത് വേണ്ട. അത് കറിയുടെ അളവ് കൂടും. നീ ഒരുപാട് തിരിച്ചില്ല മതി. കപ്പയും കൂടി ഇട്ട്. എനിക്ക് വേണ്ട. കപ്പ വേണം. വേണ്ടടി, അതും വേണ്ട. വേണ്ടെങ്കിൽ അളയും കഴിക്കണം. ഞാൻ കഴിക്കാം. എന്നാ വീട്ടിലോട്ടോ ഇതും കൂടി എടുക്കുന്നു. പിന്നെ ഈ മീനും കൂടെ വെക്കുന്നു. ഈ കളിയിൽ ഒന്നും അങ്ങോട്ട് കഴിക്കാതെ ശരീരം സൂക്ഷിക്കണം. പ്രതികളെ ഇടിക്കാനുള്ളതാ. അയ്യോ ഈ പെൺകൊച്ചത് ഇഷ്ടപ്പെട്ടില്ല? വേണേ കഴിക്കട്ടെ. നീ അവിടെ നിന്ന് കഴിക്കും. എടീ നിനക്ക് വേണേ കഴിക്കും. മോനെന്താ കഴിഞ്ഞിട്ട് പോയത്? ഏത് മോൻ? ചേട്ടനോ? ചേട്ടനെ ചോറ് ഇഷ്ടല്ല, അതാ. അത് സാരല്ല. അത് പല നേരം പല ഗുണമാണ്. അമ്മ കഴിക്കാം, അമ്മ കഴിക്കാം. പോലീസ് ചിലപ്പോ വെടിയൊന്നും വെട്ടിട്ട് വന്നിട്ടുണ്ടോ? ആ വിശപ്പില്ല. അത് തന്നെ സംഭവം. ക്ലാരേ വന്നേ. എന്താ ചായ? എന്താ വിളിച്ചേ? ഇതായതാണ് ഈ ബാഗ്. ഏത് ബാഗ്? അത് അമ്മച്ചിയുടെ ബാഗ്. ആ മാത്തനെ അവിടെ കൊണ്ടുവന്ന് വെച്ചത്. നല്ല ബാഗും കൊണ്ടാണല്ലോ വന്നിരിക്കുന്ന. അവർക്ക് ഏറ്റുമാനൂർ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. നീ പോയാൽ മതി, ഞാൻ വരില്ല. അതിനെന്താ, ഞാനും തങ്കം കൂടി പൊക്കോളാ. അതിന് വല്ല തെറ്റുണ്ടോ? ആഹാ, അവര് ഈ ബാഗുമായിട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ഒരു 4-5 ദിവസം കൂടെ കുറ്റിയടിക്കാനുള്ള പരിപാടിയാണെന്ന്. എന്തിനു ചായ ഈ വയസ്സായ സ്ത്രീയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയണേ? അവരവരുടെ മക്കളെ കാണാൻ വന്നല്ലേ? ഈ ചാൻ എന്താ പേടി? അവർ ഈ വീട് എങ്ങാനും എടുത്ത് തലയിലോട്ട് കയറ്റുന്ന വീട് തലയിലേക്ക് വെക്കൂല, അവര് വന്ന് നമ്മുടെ തലയിൽ കയറും. ഇന്നാളൊരാൾ വന്നിരുന്നാൽ ഇവരുടെ ഒരു ആങ്ങള
കല്യാണരാമനല്ല അളകേശൻ. എന്ത് പാടായിരുന്നു ഒരു കണക്കിന് ഞാൻ പറഞ്ഞു വിട്ടിരിക്കും. എടി പതുക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ CC അടഞ്ഞ് അമ്മച്ചി വരുമോ അമ്മച്ചി? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നല്ല സുഖമായിരുന്നു. എന്റെ ബാഗ് ഇവിടെ കണ്ട് അമ്മച്ചിയുടെ ബാഗ് എടുത്തോട്. അമ്മ ചൂണ് കഴിച്ചായിരുന്നു? ഞാൻ കഴിച്ചു. അമ്മച്ചിക്ക് നമുക്കേ നമ്മുടെ അമ്മാവൻ കഴിച്ച പോലെ തന്നെ ഭക്ഷണം മതിയാ. നല്ല നാടൻ കോഴിക്കറി, നല്ല മണിപ്പുട്ട്, കുറുക്ക് തേങ്ങാപ്പാല്, ഇത്തിരി വെളുത്തുള്ളി അച്ചാറും ഇത് പപ്പടം ഇട്ട് വൈകുന്നേരം അത് കഴിക്കണം. ഉണ്ടായിക്കൊടുക്കും. അത് ഉണ്ടാക്കിക്കൊടു. ഇപ്പൊ ഊണ് കഴിഞ്ഞ എനിക്കല്ലേ ഉള്ളൂ. അമ്മക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ഞാനും ഉണ്ടാക്കി തരാം. ഉണ്ടായിക്കൊടുക്കും. അമ്മയോടെ പോണ് നിക്ക്. ഹലോ, എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്താ ഒരു വിഷമം? വിഷമമൊന്നുമില്ലടി. അമ്മ വന്നതേ ആ പൗലോസിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അയാള് ക്ലാരയുടെ അടുത്ത് ചുമ്മാ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ ക്ലാരനോട് എപ്പോഴാണ് ഓരോ ചേട്ടൻ ദേഷ്യപ്പെടാതിരുന്നിട്ടുള്ളത്? ഇത് അമ്മ വന്നുകൊണ്ടൊന്നുമല്ല, പോകലിട്ടൊന്നും. പക്ഷെ അമ്മയ്ക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരായിരുന്നു. അമ്മ ഒരു അറിയിപ്പില്ലാതെ ഇങ്ങനെ ചാടിക്കയറി വന്നതും അത്ര ശരിയായില്ല. കാരണം അമ്മാവൻ അങ്ങോട്ട് പോയിട്ട് 2 ദിവസം ആയില്ലല്ലോ. ക്ലീറ്റ് താരപ്പറ്റി പറയണമെന്ന് ഓർമ്മ വേണം കേട്ടോ. അമ്മ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മേനെ ഞാനോട് പറഞ്ഞു വിട്ടേക്കാം. അതിനിങ്ങനെ കാട് തരേണ്ട കാര്യമൊന്നുമില്ല. ഏതാണ്ടോ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല പറഞ്ഞത്. അല്ല, ഇപ്പം അമ്മ ഒന്ന് അറിയിച്ചിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ നമ്മളെ മുമ്പിൽ വെച്ച് ഇനി അമ്മ എന്തൊക്കെ പറയുമെന്ന് ആർക്കറിയാം? അതെ, പിന്നെ അമ്മ എത്ര ദിവസം ഇവിടെ ഉണ്ടാകുമെന്നല്ലോ പറഞ്ഞു. ഞാൻ ചോദിച്ചത് വേറൊന്നും അല്ല തങ്കം. ഇനി അമ്മ നിൽക്കുന്നതിന്റെ പേരിൽ എന്തൊക്കെ നമ്മുടെ മുറി ഞാൻ പറയായിരുന്നു അമ്മ ഇവിടെ തന്നെ കിടത്താ. ഇതാകുമ്പോൾ നല്ല കാറ്റുണ്ട് ഈ ഫാൻ. ഞങ്ങള് ഹാളിൽ കിടന്നോളാം. ഓ അതൊന്നും വേണ്ട, വെറുതെ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങ് പോകും. എവിടെ? ബാത്റൂം എവിടെ? എനിക്ക് മുഖം ഒന്ന് കഴുകണം. അമ്മ അമ്മ പറഞ്ഞത് എന്തെങ്കിലും കേട്ടോ? കേട്ടോന്ന് കേട്ടിട്ടുണ്ടാവോ? അമ്മ എന്തെന്ന് വൈകുന്നേരം പോകുന്നു പറഞ്ഞു? അമ്മ ബാഗൊക്കെ ആയിട്ടല്ലേ വന്നേ? ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല തങ്കം പറഞ്ഞത്. അതെ, അമ്മയുടെ സാരിയൊക്കെ തങ്കം എടി, ഞാൻ വേറൊന്നും ഞാൻ സത്യമായിട്ടും പറഞ്ഞു പറയണ്ട. അമ്മ ഇപ്പൊ കേട്ടില്ലല്ലോ. ഇന്നും പ്രശ്നം അമ്മേ. നാളെ പോവാം. അയ്യോ അത് പോരാ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. പോയാ ശരിയാവൂല. പോണം, എനിക്ക് പോയാ. അമ്മേ അമ്മ ഞാൻ പറയണ കേക്ക്. ഇപ്പൊ പോയാൽ എങ്ങനെയാ? എനിക്ക് പോണം. അങ്ങ് നോക്കിയേ, ഇവിടുന്ന് 4 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പൊ തന്നെ വന്നിട്ട് അങ്ങനെ തിരിച്ചു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ ഇപ്പൊ തന്നെ 3-4 മണിക്കൂർ യാത്ര ചെയ്ത് വന്നല്ലേ ഉള്ളൂ. അമ്മ റെസ്റ്റ് എടുത്തിട്ട് സമാധാനമായിട്ട് പോവാം. തക്കിളി മോള് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം മുറ്റോട് ചുറ്റിക്കറങ്ങിയ എനിക്ക് ഈ 4 മണിക്കൂർ അത്ര വലിയ ദൂരമാണ്. അമ്മ നിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മയുടെ സാരിയൊക്കെ ആയിട്ട് വന്നത്. അമ്മ ഞാൻ പറഞ്ഞത് എന്തോ കേട്ട് തെറ്റിദ്ധരിച്ചിട്ടല്ലേ അമ്മ ഇപ്പൊ പോണെന്ന് പറഞ്ഞത്. അമ്മ ഞാനത് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അമ്മ. അതുകൊണ്ടൊന്നും അല്ല. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? പ്രത്യേകത നിങ്ങൾ മറന്ന്. നാളെ എൻ്റെ തക്കിളിമോളുടെ ജന്മനാള്. 12 വയസ്സ് തികയാണ്. എൻ്റെ മോക്കും നിങ്ങൾക്കും ഉടുപ്പും തുണികളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. മനസ്സിൽ അമ്മമാരുടെ മുഖത്ത് നിറമുള്ള ചിത്രങ്ങൾ മക്കൾ തന്നെയാണ്. കണ്ണടച്ച ആദ്യം മക്കളുടെ മുഖമാണ് അമ്മമാരുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കണമെന്ന ആഗ്രഹം. പിന്നെ അമ്മ ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ടല്ലേ അമ്മ
അയ്യോ അതുകൊണ്ടൊന്നും അല്ല. പിന്നെ ഈ പ്രാവശ്യത്തെ പെൻഷൻ കാശ് മുഴുവനും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തൽക്കാലം ഇപ്പം അവന് വേണ്ടാന്ന് പറഞ്ഞ് പെൻഷൻ വാങ്ങിച്ചിട്ട് ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത്. അമ്മ എങ്ങും പോകണ്ട, അമ്മ ഇവിടെ നിൽക്കമ്മ. എന്തിനാ കരയുന്നത്? നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വരാം. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ഇങ്ങോട്ട് ഓടി വരികയും ചെയ്യും. ഈ ബാഗ് കൊണ്ട് വാ. വാ. നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോവാം. എനിക്ക് സ്വത്തൊന്നും വേണ്ട. Alien versus Alien.